ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം അന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. നമ്മളിതാ പുതിയൊരു കാർ എടുത്തിട്ടുണ്ട്. ഇത് ഏതാ കാറ് എന്നറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ ഗൈസ്. ഇതേതാ കാറെന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, കാറിൻ്റെ പേരറിയാത്തവരുണ്ടെങ്കിൽ ഇനി വെറുതെ കാറെന്ന് കമൻറ്റ് ചെയ്താലും മതി. നമ്മളെ വിളിച്ചിട്ടുണ്ട് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് എനിക്ക് രാവിലെ കോൾ വന്നു, ഇന്ന സ്ഥലത്തേക്ക് വരണം, നിങ്ങൾക്കൊരു ലക്ക് ഉണ്ട് പറഞ്ഞിട്ട്. ആ ലക്കുള്ള സാധനമല്ലേ, എനിക്കിപ്പോൾ ഈ വർഷമായിട്ട് നല്ല ലക്കുണ്ട്, അതുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഭാഗ്യമല്ലേ ഭാഗ്യം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇവിടത്തേക്ക് ഒന്ന് ഇതിൻ്റെ ഉള്ളിലെവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇത് ജോക്കറല്ലേ? ജാക്ക്, ഞാൻ പറഞ്ഞ പോലെ നീ വന്നു അല്ലേ? എന്താണ് ജോക്കറെ നിൻ്റെ കേട്? നിനക്ക് 2000 കോടി കിട്ടുന്നൊരു വർക്കുണ്ട്. മഴയാണ്, പെട്ടെന്ന് പറഞ്ഞുതരാം. ബ്ലാക്ക് സ്പൈഡർമാനെ തീർത്താൽ നിനക്ക് 2000 കോടി ഞങ്ങൾ തരും. ബ്ലാക്ക് സ്പൈഡർമാനെ തീർത്താലോ? അവൻ ഇവിടെ കുറേ കൃത്യങ്ങളൊക്കെ ക്രൂരനാണ് അവൻ. അവനെ കൊന്നാൽ മതി, നിനക്ക് ഞങ്ങൾ 2000 കോടി ഞാൻ തരും. തരുമോ? തന്നിരിക്കും. എന്നാൽ ശരി, ഇന്നത്തോടെ അവൻ ബ്ലാക്ക് സ്പൈഡർമാൻ ഈ സിറ്റിയിലുണ്ടാവില്ല. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് ഇവിടെ ഒരു മിഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് സ്പൈഡർമാനെ തട്ടിയിട്ടുണ്ടെങ്കിൽ 2000 കോടി, 2000 crores, അതായത് നമുക്ക് ഇതാണ് കിട്ടാൻ പോകുന്നത്. ഇത്രയും പൈസയൊക്കെ നമ്മുടെ കയ്യിൽ വന്ന് നമുക്ക് എൻ്റെ മക്കളുടെ മക്കൾക്കൊന്നും പണിയെടുക്കാതെ ജീവിക്കുക ഗൈസ്, അത്രക്കും പൈസ ഉണ്ട്. അതേതായാലും നന്നായി. ഓക്കെ, ഞാനെന്തായാലും ഗൈസ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണം. പെട്ടെന്ന് തന്നെ വണ്ടി ഇവിടെ നിർത്തുക, എന്നിട്ട് അവനെ ഫോണിൽ വിളിച്ച് ഇങ്ങോട്ട് വരുത്തിയിട്ട് തീർക്കുക ഗൈസ്. അതിനാണ്. ഓക്കെ, ഹലോ. എന്താടാ നീ എന്നെ വിളിച്ച ഇപ്പോൾ ഇത്ര രീതിയിൽ? എടാ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് വരെ ഒന്ന് വരുമോ? അത്യാവശ്യം അർജൻറ്റായിട്ടുള്ളൊരു കാര്യം, എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം. ശരി ഇതാ ഇപ്പം തന്നെ വരാം. എന്നാൽ പെട്ടെന്ന് തന്നെ വരാൻ നോക്ക് കേട്ടോ. ആടാ, ഒന്ന് വെയിറ്റ് ആക്ക്, നീ എന്തിനാ ഇങ്ങനെ ഇതാക്കണ്? അപ്പം വരാം ഗൈസ്. അപ്പം നമ്മളെ ജാക്ക് വിളിച്ചിട്ടുണ്ടോ? ഭയങ്കര മഴ ഇടിയൊക്കെയാണ് ഗൈസ്. നമുക്കെന്തായാലും അപ്പോൾ വീട്ടിലേക്ക്. എൻ്റെ അമ്മേ, ആ ഇടിവെട്ട് കണ്ട അവൻ്റെ വീടിൻ്റെ അവിടെ മിന്നൽ വന്നടിച്ചത്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ, അവൻ്റെ വീട്ടിൽ കയറാം. എന്താ പ്രശ്നമൊന്നും എനിക്കറിയില്ല. സ്പൈഡർമാനെ വന്നില്ലേ? എടാ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എടാ സ്പൈഡർമാനെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എടാ വളച്ചേട്ടല്ലാതെ പറയടാ, എന്താ കാര്യം എന്ന്? സ്പൈഡർമാനെ, അത് പറയാ എങ്ങനെ ഞാൻ പറയാപ്പം അത്? എടാ, നിനക്കെന്താ തലക്ക് സുഖമില്ലെങ്കിൽ ഞാൻ വല്ല മെൻ്റൽ ആശുപത്രിയിലും കൊണ്ടുപോവാ. സ്പൈഡർമാനെ, ഞാൻ നിന്നെ കൊല്ലാൻ പോവാ. എന്താ നിനക്ക് പ്രാന്തായോ? പ്രാന്തായതല്ലേ, എനിക്ക് നിന്നെ കൊന്നേ പറ്റൂ. ഇത് അവഞ്ചേഴ്സിൻ്റെ ഗണ്ണാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലും പെട്ടെന്ന്. എനിക്ക് സിമ്പിളാണ് നിന്നെ കൊല്ലാൻ. അപ്പം നമ്മൾ തമ്മിലുള്ള അത്രേ ഉള്ളൂ അല്ലടാ. അപ്പം അത് ഇപ്പം ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആയി. ഹെൽപ്പ് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഓടിപ്പിടച്ചിങ്ങോട്ട് എത്തിയത്. കൊല്ലടാ എന്നെ, നീ കൊല്ല്. അപ്പം എടാ സോറിടാ, ഇത് എവിടുന്ന് കിട്ടിയടാ എന്നെ കൊല്ലാനുള്ള ഐഡിയ? എന്ത് കിട്ടും നിനക്ക് എന്നെ കൊന്നിട്ട്? 2000 കോടി രൂപ ജോക്കർ തരുമെന്ന് പറഞ്ഞ്. ജോക്കർ 2000 കോടി അവൻ്റെ മൊത്തം ഖജനാവ് പോലീസുകാർ റെയ്ഡ് ചെയ്തിട്ട് അതിന്ന് കിട്ടിയത് എത്രയെന്ന് അറിയാം നിനക്ക്? 10 ലക്ഷം എങ്ങാണ്ടേ കിട്ടിയിട്ടുള്ളൂ. ആ 10 ലക്ഷം പോലും നേരെ സേഫാക്കാൻ. ഗൈസ്, ഒരു മിനിറ്റ്, ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ കൂടെ സ്പൈഡർമാൻ എങ്ങനെ തീർന്നു? വാട്ട്? ഞാൻ തന്നെയാടാ കൊന്നത്. എനിക്കറിയായിരുന്നടാ നീ കൊല്ലില്ലാന്ന്, അതുകൊണ്ട് തന്നെയാടാ. അപ്പം നീ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കങ്ങ് നിന്നെയും കൂടി അങ്ങ് തീർക്കാൻ. ജോക്കറെ, കളിക്കരുത്, എനിക്കൊരു അബദ്ധം പറ്റിയതാ. നിനക്ക് അബദ്ധങ്ങൾ പറ്റുമടാ. അബദ്ധങ്ങൾ അങ്ങനെ പറ്റാൻ പാടില്ലായിരുന്നു ജാക്കെ, ഒരിക്കലും പാടില്ലായിരുന്നു. എന്നാ നീ ഒന്ന് അവനെ കൊന്നു നോക്കടാ. അതാരാ? ഞാൻ തന്നെയാടാ. താനാരാ? ഞാൻ റോപ്പ് ഹീറോ. റോപ്പ് ബോസ് നിങ്ങളോ? എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ഞാൻ നിന്നോട് ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാനല്ലേടാ പറഞ്ഞു. നീ എന്നിട്ട് ഇവിടെ ചീത്ത പ്രവൃത്തികൾ ചെയ്ത് നടക്കുന്നു അല്ലേ ബോസ്? അതിനായിട്ടല്ലടാ ഞാൻ നിൻ്റെ പിന്നാലെ നിനക്ക് കാവൽക്കാരായി ഗുണ്ടകളെയെല്ലാം ഏർപ്പാടാക്കി അയച്ചത്. ബോസ്, അത് അറിയാതൊരു കയ്യോ ബന്ധം. ഇപ്പം എനിക്ക് മനസ്സിലാടാ നിൻ്റെ എല്ലാ കാര്യങ്ങളും. ഇനി നിനക്ക് ഈ സിറ്റിയിലും ഈ ലോകത്ത് തന്നെ ജീവിക്കാനുള്ള അർഹതയില്ലടാ. നിന്നെ ഞാൻ തീർക്കാൻ പോവാ. അയ്യോ ബോസേ, എന്നെ കൊല്ലല്ലോ ബോസേ, നാട്ടുകാരെ ഓടി വരണേ.
എന്ത് നാട്ടുകാർ, ആരുടെ നാട്ടുകാർ, നീ തീരാൻ പോകും. അയ്യോ 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 ചാവടാ അങ്ങോട്ട്, നിന്നൊക്കെ ഇങ്ങനെയൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. അല്ല പിന്നെ താങ്ക് യു. താൻ ആരാണ്? ഞാൻ റോപ്പ് ഹീറോ. എന്നെ അറിയാത്തവർ കുറേ പേരുണ്ട്. അപ്പം നീ ഇപ്പം ഇത്ര അറിഞ്ഞാൽ മതി. എന്നാലും താങ്ക് യു. താങ്ക്സ് ഒക്കെ കൊടുക്കട്ടെ, ഞാൻ പോവുക. അല്ല റോപ്പ് ഹീറോ നിൽക്ക്. അല്ല പിന്നെ അവനിപ്പം ഞാൻ ആരാന്നറിയായിട്ടാണ്. ഞാൻ ആരാന്നുള്ളത് അടുത്ത വീഡിയോസിലൊക്കെ നിങ്ങളെല്ലാവരും കൂടി വഴി അറിയും ഗൈസ്. അത്രക്കും പെശക് പിടിച്ചൊരു സാധനമാണ് ഞാൻ ഗൈസ്. എൻ്റെ വലങ്കൈയാണ് ഈ ജോക്കർ. ഇവനോ ഈ സിറ്റിയിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവൻ്റെ പിന്നാലെ ഗുണ്ടകളൊക്കെ അയച്ച് സെറ്റാക്കി ഇവനെ വിട്ട്. പക്ഷെ ഇവൻ ഇവിടെ ചെയ്യുന്നത് കൊള്ളരുതായ്മകൾ എനിക്കിപ്പോൾ മനസ്സിലായി. എന്തെങ്കിലും ആവട്ടെ, അവൻ ബാറ്റ്മാനെ വരെ എന്തൊക്കെയോ കൊല്ലാനൊക്കെ നോക്കി. അതൊന്നും നമുക്ക് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ നല്ലോടിച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക. നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവരും ഗുഡ് ബൈ ഗൈസ്. അപ്പോൾ ടാറ്റാ.